കൊൽക്കത്തയിൽ ബി.ജെ.പി. ടി.എം.സി പ്രവർത്തകർ ഏറ്റുമുട്ടി. അഭിഷേക് ബാനർജി വിമാനത്താവളത്തിലെത്താനിരിക്കെയാണ് സംഘർഷമുണ്ടായത്. വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, നേരത്തെയും അഭിഷേക് ബാനർജിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. ഇപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? ഡൽഹിയിൽ നിന്നും കൊൽക്കത്തയിലേക്ക് മടങ്ങിയെത്തും അഭിഷേക് ബാനർജി വൈകുന്നേരത്തോടുകൂടി എത്തും എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ടി.എം.സി പ്രവർത്തകർ പ്രതിഷേധം എന്നോണം അവിടെ തടിച്ചുകൂടിയ സാഹചര്യമുണ്ടായത്. ഒപ്പം തന്നെ ഈ ബി.ജെ.പി പ്രവർത്തകർ അത്തരത്തിൽ സംഘടിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ടി.എം.സി പ്രവർത്തകരും സ്ഥലത്തേക്ക് എത്തിയത്. തുടർന്ന് ഇരു വിഭാഗവും തമ്മിൽ കൊൽക്കത്ത വിമാനത്താവളത്തിന് പുറത്തു വെച്ച് പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നേരത്തെയും അഭിഷേക് ബാനർജിക്കെതിരെ സമാനമായ രീതിയിലുള്ള പ്രതിഷേധവും അക്രമവും നടന്നിരുന്നു. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ടി.എം.സി പ്രവർത്തകർ ഇത്തവണ അഭിഷേക് ബാനർജി കൊൽക്കത്ത വിമാനത്താവളത്തിൽ എത്തുമ്പോൾ സ്വീകരണമൊരുക്കാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനോടൊപ്പം അനുഗമിക്കാനും തീരുമാനിച്ചത്. പക്ഷേ ആ സാഹചര്യം ഒരു സംഘർഷഭരിതമായ സാഹചര്യമായി മാറുകയായിരുന്നു. ബി.ജെ.പി പ്രവർത്തകർ മുട്ടയും അതോടൊപ്പം തന്നെ മറ്റ് ആയുധങ്ങളും ഉപയോഗിച്ച് അഭിഷേക് ബാനർജിയെ ആക്രമിക്കാനുള്ള പദ്ധതിയുമായി എത്തിയതാണെന്നും അവരെ പ്രതിരോധിക്കുകയാണ് ചെയ്തതെന്നും ടി.എം.സി ആരോപിക്കുന്നു. അതേസമയം ടി.എം.സി പ്രവർത്തകർ സംഘടിതമായി ബി.ജെ.പി പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നെന്നും പ്രകോപനങ്ങളൊന്നുമില്ലാതെ തന്നെ അക്രമത്തിലേക്ക് പോവുകയായിരുന്നു എന്നുമാണ് ബി.ജെ.പി പ്രവർത്തകർ അവകാശപ്പെടുന്നത്. ഇപ്പോൾ നിലവിൽ എന്തായാലും സ്ഥിതിഗതികൾ ശാന്തമായിട്ടുണ്ട്. ആർക്കും ഈ അക്രമത്തിനിടയിൽ അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിനും ഉന്തും തള്ളിനും ഇടയിൽ പരിക്കേറ്റിട്ടില്ല എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അതേസമയം ചില ആളുകൾക്ക് ഇതിൽ മർദ്ദനമേറ്റിട്ടുണ്ട്. ഈ ഇരു വിഭാഗവും പോലീസിനെ സമീപിക്കുകയും പരാതി നൽകാനും ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട്. വൈകുന്നേരത്തോടുകൂടിയാണ് ഡൽഹിയിൽ നിന്നും അഭിഷേക് ബാനർജി കൊൽക്കത്തയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. ആ ഘട്ടത്തിലാണ് ഈ കൊൽക്കത്ത വിമാനത്താവളത്തിന് മുന്നിൽ വെച്ച് ഇരു വിഭാഗവും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടൽ നടത്തിയത്. ആ സംഭവത്തിൽ വരും ദിവസങ്ങളിലും വലിയ പ്രതിഷേധവും സുരക്ഷയും ഒരുക്കാനുള്ള തീരുമാനത്തിലാണ് ടി.എം.സി പ്രവർത്തകർ ഉള്ളത്. അതേസമയം ബി.ജെ.പി പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടെന്നും അക്രമത്തിന് ടി.എം.സി നേതൃത്വം നൽകുകയാണ് എന്നും ചൂണ്ടിക്കാണിച്ച് ബി.ജെ.പി പ്രവർത്തകരും പ്രതിഷേധം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഈ ഏറ്റുമുട്ടൽ, അതായത് രാഷ്ട്രീയ തോൽവിക്ക് ശേഷമുള്ള ഏറ്റുമുട്ടൽ സജീവമായി തന്നെ തുടരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളും സോന.